35 സ്റ്റാഫിന്റെ മുമ്പിൽ വെച്ച് ഞാൻ പൊട്ടിക്കരഞ്ഞു. അമ്മ എന്നെ സഹായിക്കണം. അമ്മയുടെ അടുത്തൊരു കാര്യം നമ്മൾ ചോദിച്ചാൽ ചിലപ്പോൾ സഹനങ്ങൾ വരും, തടസ്സങ്ങൾ വരും, ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരും ജീവിതത്തിൽ. പക്ഷേ ഒരിക്കലും തളർന്നു പോകാണ്ട് അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും ഒന്നാം സ്ഥാനം കൊടുത്ത് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും അമ്മ നമ്മളെ ഉപേക്ഷിക്കില്ല. എന്റെ മാനേജറുടെ ഒരു സൈൻ വേണം, സേഫ് എന്ന് പറഞ്ഞത്. മാനേജർ പറഞ്ഞു, നിനക്ക് ഞാൻ തരത്തില്ല, നീ എക്സാം എഴുതണ്ട, നീ പാസ് ആവില്ല എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മേ, നിന്നോട് ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ ഈ പ്രോസസ്സ് തുടങ്ങിയത്. എനിക്ക് എന്റെ മാനേജറുടെ മുമ്പിൽ ജയിക്കണം, അമ്മ എന്നെ സഹായിക്കണം. അങ്ങനെ ഞാൻ പുള്ളിക്കാരിയോട് ലീവ് ചോദിച്ചു. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ ലീവ് തരത്തില്ല. ആ നിൽക്കണ ഹോസ്പിറ്റലിലെ സർവ്വ സ്റ്റാഫിന്റെ എടുത്ത് ചെന്ന് പറഞ്ഞു, ജിൽബിക്ക് സൈൻ ഓഫ് കൊടുക്കരുത്, ജിൽബിനെ നേഴ്സ് ആക്കരുതെന്ന്. കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ കൊച്ചിന് വേണ്ടി ഡെയിലി നൈറ്റ് കഴിഞ്ഞ് 1 മണിക്കൂർ മുട്ടുകുത്തി എന്ന് അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ആ കൊച്ചിന്റെ പ്രത്യേക നിയോഗത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അവന് ഒരു ഓട്ടിസം പോലെ സംസാരിക്കാൻ അങ്ങനെ പറ്റത്തില്ല, അവർ ഒത്തിരി അറിയായിരുന്നു. അങ്ങനെ ആ കൊച്ചിന് വേണ്ടി എന്നും ഡെയിലി നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് 9 മണി തൊട്ട് 10 മണി വരെ അഖണ്ഡ ജപമാല ഫുള്ള് രഹസ്യം ചൊല്ലി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. 101 കുർബാന ആ കൊച്ചിന് ഞാൻ മുടങ്ങാണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ മാനേജറുടെ അടുത്ത് ചെന്നു. മാനേജറോട് പറഞ്ഞു, എനിക്ക് എക്സാം എഴുതണം, എന്നെ സഹായിക്കണം. പിന്നെ ഞാൻ സഹായിക്കില്ല, നീ തോറ്റുപോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മേ, എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഓസ്കി പാസ്സാകുവാണോ ആണെങ്കിൽ ഞാൻ 5 ഡേയ്സിനുള്ളിൽ അമ്മയുടെ നടയിൽ വന്ന് ഞാൻ നന്ദി പറഞ്ഞു. അങ്ങനെ 2025 ഏപ്രിൽ മാസം 2-ാം തീയതി ഞാൻ ഫുൾ പാസ്സായി ഓസ്കി ക്ലിയർ ചെയ്തു. അമ്മ എന്നെ സഹായിച്ചു.